അപ്പോൾ ഇതോടുകൂടി ഈ വിഷയം അടങ്ങിയെന്ന് തന്നെ കരുതാൻ പറ്റുമല്ലോ അല്ലേ ശ്രീ EN നന്ദകുമാർ? സിനിമയെ ഈ രീതിയിൽ ഇപ്പോൾ തിയേറ്ററിലുള്ള രീതിയിൽ കാണിക്കാൻ പറ്റുകയില്ല, അത് പ്രതിഷേധം തുടരും എന്ന് RSSന്റെ ഇന്നത്തെ പ്രതികരണങ്ങളിൽ ഉണ്ടായിരുന്നു, അത് വ്യക്തമാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയാൽ കമേഴ്ഷ്യലായി പോലും സിനിമ ഫ്ലോപ്പാകും, ഈ പ്രതീക്ഷ പണം കിട്ടില്ല, വിജയം കിട്ടില്ല എന്നൊരു ബോധ്യം വന്നതിനെ തുടർന്ന് ഇങ്ങനൊരു ചർച്ചയ്ക്ക് അവർ തയ്യാറാവുകയും ഈ രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ സമ്മതിക്കുകയും ചെയ്തു. ഇതാണല്ലോ ശരിക്കും സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ. അല്ല മഞ്ജുഷി, അതിന് ഒരിക്കലും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ നമ്മുടെ ചില തീവ്രവാദ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന പോലെ കൈവെട്ടാനോ കാലുവെട്ടാനോ തലവെട്ടാനോ ഒന്നും പോയിട്ടില്ലല്ലോ. മറിച്ച് ഇത് തെറ്റാണെന്ന് പറഞ്ഞു അങ്ങനെ പറയാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ടല്ലോ. ഇവർക്ക് ഒരു സിനിമ എത്രത്തോളം ശരിയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് പൃഥ്വിരാജിനോ കൂട്ടർക്കോ അവകാശം ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ആ സിനിമയിലെ ഇന്ന ഭാഗം തെറ്റാണെന്ന് പറയാനുള്ള അവകാശം മറുപക്ഷത്തിനുണ്ട്. ഇത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. എന്ന് മാത്രമല്ല, ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് ചരിത്രത്തിന്റെ നിഷേധമാണിത്. ചരിത്രത്തെ തെറ്റായിട്ട് വളച്ചൊടിക്കലാണ്, കൃത്യമായി നറേഷന്റെ ക്രിയേഷനാണ്. ഇത് ഭൂഷണമല്ല. നിങ്ങൾ സിനിമ പിടിക്കുന്നത് മാത്രമല്ല പ്രശ്നം, ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു ആഖ്യാനം കൊണ്ടുവരികയാണ്. അതായത് ഗുജറാത്ത് കലാപത്തിന് നിങ്ങളൊരു ആഖ്യാനം കൊണ്ടിരുന്നു. ഗുജറാത്ത് കലാപം മാത്രമല്ലല്ലോ, ഇന്ത്യയിലുള്ള മറ്റ് ഭാഗത്ത് താമസിക്കുന്ന ആളുകൾ ഇന്ത്യ ഗവൺമെന്റ് കേരളത്തിനെതിരാണെന്നാണ് ആരോപണം. അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റുക? അതായത് ഇവിടെയുള്ള ഇടുക്കി ഡാം പൊളിച്ചു കളയാൻ വേണ്ടിയിട്ട് ആരാണ് തീരുമാനിച്ചെന്ന് പറയേണ്ടതാണ്, അത് വ്യക്തമാക്കേണ്ടതാണ്. അത് ഇവിടുത്തെ സംവിധായകൻ പറയേണ്ടതാണ്, തിരക്കഥാകൃത്ത് പറയേണ്ടതാണ്. ഈ തരത്തിൽ ഭാഷകൾ ഒരു സിനിമയിൽ ഉപയോഗിക്കാമോ? ഇതൊരു കലയുടെ ഭാഗമാണോ? ഒരു സിനിമയുടെ ഭാഗമാണോ? ഒരു നറേഷനല്ലേ? അതാണ് കൃത്യമായിട്ടുള്ള ആഖ്യാനമാണ്. ഈ തരത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തൃപ്തിയായോ, ഞങ്ങൾ 17 കടലാസ് ഭാഗങ്ങൾ കട്ട് ചെയ്തില്ലേ, ഈ ചോദ്യങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കുന്നത് യാതൊരു പ്രസക്തിയില്ല വാസ്തവത്തിൽ. കാരണം സിനിമയെ സംബന്ധിച്ച് സിനിമ ഒരിക്കലും ജനവിരുദ്ധമാകരുത്. സിനിമ ഒരു എന്റർടൈൻമെന്റ് ആണ്. അത് രാഷ്ട്രീയ സിനിമ ആയിക്കോട്ടെ, ആർക്കാ വിരോധം? കാരണം ഇപ്പം നമ്മളിവിടെ കേരളത്തിൽ എത്രയോ രാഷ്ട്രീയ സിനിമകൾ നമ്മൾ ഇരുകൈകൾ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ലാൽ സലാം സ്വീകരിച്ചിട്ടില്ലേ? രക്തസാക്ഷികൾ സിന്ദാബാദ് സ്വീകരിച്ചിട്ടില്ലേ? ആർക്കും ആക്ഷേപമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അറബിക്കഥകൾ സ്വീകരിച്ചല്ലോ. ആർക്കവിടെ ആക്ഷേപം ഉണ്ടായിരുന്നത്? അതിന് വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നയങ്ങൾ ബോധ്യപ്പെടുത്താൻ സിനിമകൾ ഇറക്കാം. അത് പൃഥ്വിരാജിന്റെ രാഷ്ട്രീയമാണെങ്കിൽ അതങ്ങനെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തിയാൽ മതി. എന്റെ രാഷ്ട്രീയം ഇതാണ്, എന്റെ രാഷ്ട്രീയത്തില് ഗോദ്രയിൽ തീവണ്ടി ആരും കത്തിച്ചിട്ടില്ല, അത് സ്വയം കത്തിപ്പോയതാണ്, ഞാൻ ഇന്നതിന്റെ ഭാഗമാണ് എന്ന് അദ്ദേഹം പറഞ്ഞോട്ടെ. അതിനുശേഷം നമ്മൾ സംസാരിച്ചാൽ പോരെ. അല്ലാതെ കണ്ട് 17 ഭാഗങ്ങൾ കട്ട് ചെയ്തുകൊണ്ട് സിനിമ തുടരണമോ വേണ്ടയോ എന്നുള്ള രീതിയിൽ ഒരു സിനിമയെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനവും ഇവിടത്തെയുള്ള ഹൈന്ദവ പ്രസ്ഥാനങ്ങളോ സംഘപരിവാർ പ്രസ്ഥാനങ്ങളോ എടുത്തിട്ടില്ല. പറഞ്ഞിട്ടില്ല. പക്ഷേ അതുപോലെ ഏതാണ്ട് അതിന് സമാനമായ രീതിയിൽ തന്നെയായിരുന്നല്ലോ ശ്രീ EN നന്ദകുമാർ. ഈ ബഹിഷ്കരണം നേരിട്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ടിക്കറ്റ് എടുക്കുക, ക്യാൻസൽ ചെയ്യുക, അതുപോലെ തന്നെ സിനിമയ്ക്കെതിരെ ആക്ഷേപം കൊണ്ടുവരിക, അതോടൊപ്പം തന്നെ അതിനേക്കാൾ വലുതായിട്ട് സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് നേരെയുള്ള ഈ വിമർശനങ്ങൾ അത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടാകുമല്ലോ. ഇപ്പോൾ പൃഥ്വിരാജിനെതിരെ IS ബന്ധം പോലുമാണ് പറയുന്നത്. ഇപ്പോൾ ആടുജീവിതം സിനിമയ്ക്ക് വേണ്ടി വിദേശത്ത് പോയപ്പോൾ ജോർദാനിൽ നടത്തിയ കൂടിക്കാഴ്ച, അതിനെക്കുറിച്ച് അന്വേഷിക്കണം, ആരെയൊക്കെ കണ്ടു, അതൊക്കെ കടത്തിപ്പറച്ചിലായില്ലേ? പൃഥ്വിരാജ് ഇവിടെ മലയാള സിനിമയിലുള്ള ആളാണല്ലോ വർഷങ്ങളായിട്ട്. എന്റെ മഞ്ജുഷ, പൃഥ്വിരാജിന് പ്രധാനമന്ത്രിക്കെതിരായിട്ട് ഇത്തരത്തിൽ പറയാം. പ്രധാനമന്ത്രിക്കെതിരായിട്ട് ഇത്തരത്തിൽ പറയാം, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്കെതിരായിട്ട് പറയാം, പൃഥ്വിരാജിനെതിരായിട്ട് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഒരു വിശുദ്ധ പശുവാണ് പൃഥ്വിരാജ് എന്നുള്ള ധാരണ ഒന്നും എന്നെ സംബന്ധിച്ചില്ല. കാരണം ആളുകൾക്ക് പറയാനുള്ള അവകാശം, ഇതൊരു പ്രസ്ഥാനത്തിന്റെ പേരിൽ ആരും പറഞ്ഞിട്ടില്ല, വ്യക്തികൾക്ക് പറയാനുള്ള അവകാശമുണ്ട്. അവകാശത്തിന്റെ സ്വാതന്ത്ര്യത്തെ നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം. ഓരോ വ്യക്തികൾ ഓരോ തരത്തിലല്ലേ. എല്ലാവരും ഇങ്ങനെ RSSന്റെ നയത്തിന്റെ അടിസ്ഥാനത്തിലാണോ വരിക? അങ്ങനെ ആവണമെന്നില്ലല്ലോ. ഇപ്പൊ തന്നെ പറയാം, നമ്മളിരിക്കുന്നത്, നമ്മൾ 4-5 പേരുണ്ട്, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ് ഉള്ളത്. ഈ അഭിപ്രായങ്ങൾ നമ്മൾ വ്യക്തമാക്കും. അങ്ങനെ അഭിപ്രായം വ്യക്തമാക്കട്ടെ. ശരി ഹസ്കർ, അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അതാണ് സംഘപരിവാർ അനുകൂലികളും ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സിനിമയ്ക്കെതിരെ അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ സിനിമയിൽ നിന്ന് ഈ ഭാഗങ്ങൾ ഒഴിവാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അണിയറ പ്രവർത്തകരാണ്. അവർ തീരുമാനിച്ചു, സിനിമയിലെ ഈ 17 ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നു. അങ്ങനെയല്ലേ?